വെൽക്കം ടു ആസ്പയർ ഡിഫൻസ്. എല്ലാ ഡിഗ്രി വിദ്യാർത്ഥികളും കാത്തിരുന്ന ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്രസ്റ്റീജിയസ് റിക്രൂട്ട്മെന്റ് ആയിട്ടുള്ള FCAT എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് 2026ന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ നോട്ടിഫിക്കേഷനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുകയാണ്. എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ മുഴുവനായും കാണുക. ഉടനെ തന്നെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുക. ഏതൊരു വിദ്യാർത്ഥിയുടെയും സ്വപ്നമാണ് ഇന്ത്യൻ എയർഫോഴ്സിൽ പൈലറ്റ് ആയിട്ടുള്ള ജോലി. +2 ശേഷം NDA പരീക്ഷ വഴി അത് സാധ്യമാകാത്ത കുട്ടികൾക്ക് ഇനി വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി യോഗ്യത വെച്ചിട്ട് ഇന്ത്യൻ എയർഫോഴ്സിൽ പൈലറ്റായോ ഇന്ത്യൻ എയർഫോഴ്സിൽ ഓഫീസർ തസ്തികയിൽ ഗ്രൂപ്പ് എ ഗസറ്റഡ് റാങ്കോടുകൂടെ നിങ്ങൾക്ക് ജോലിക്കുള്ള അവസരമാണ് FCAT പരീക്ഷ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത് വിശദമായിട്ട് നോക്കാം. ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള നിരവധി ഓഫീസേഴ്സ് ഇന്ത്യൻ സേനയുടെ ഭാഗമാണ്. ആവണി ചതുർവേദി, ഭാവന കാന്ത്, മോഹന സിംഗ് തുടങ്ങിയ ഇന്ത്യയുടെ ഫസ്റ്റ് ഫൈറ്റർ പൈലറ്റ്സ് മുതൽ ആ ഓഫീസേഴ്സിന്റെ ലിസ്റ്റ് നീളുകയാണ്. ഏറ്റവും പുതുതായി ശിവാംഗി സിംഗ്, ഇന്ത്യയുടെ ആദ്യത്തെ റാഫേൽ വുമൺ ഫൈറ്റർ പൈലറ്റ് ആയിട്ടുള്ള ശിവാംഗി സിംഗ് ഉൾപ്പെടെ ഈ ലിസ്റ്റ് നീണ്ടു കിടക്കുകയാണ്. ഈ അടുത്ത് നമ്മളൊക്കെ ചർച്ച ചെയ്ത ഓപ്പറേഷൻ സിന്ദൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് കൈകാര്യം ചെയ്തിരിക്കുന്ന വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്, അഭിനന്ദൻ വർത്തമാൻ പോലെയുള്ള വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഓഫീസേഴ്സിന്റെ നിര കൊണ്ട് സമ്പന്നമാണ് ഇന്ത്യയുടെ എയർഫോഴ്സ്. ആ എയർഫോഴ്സിലേക്ക് അഭിമാനകരമായ ഒരു ജോലി സാധ്യതയാണ് FCAT പരീക്ഷ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വെക്കുന്നത്. സോ എല്ലാവരും ഈ പരീക്ഷയെ കുറിച്ച് മനസ്സിലാക്കുക. വിശദമായി ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. FCAT എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സ് ഇൻവൈറ്റ്സ് ഇന്ത്യൻ സിറ്റിസൺസ്, മെൻ ആൻഡ് വുമൻ, ടു ബി പാർട്ട് ഓഫ് ദിസ് എലൈറ്റ് ഫോഴ്സ് ആസ് Group A gazetted officers in flying and ground duty, technical and non-technical branches ഉൾപ്പെടെ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിൽ ഫ്ലൈയിങ് ഓഫീസർ തസ്തികയിലേക്കും മറ്റ് ഓഫീസർ തസ്തികയിലേക്കുമാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഡിഗ്രി വിദ്യാർത്ഥികളും ഇതൊരു സുവർണ അവസരമായി കരുതുക. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ ട്രൈ ചെയ്യാൻ പറ്റുന്ന സവിശേഷതയാണ് ഈ നോട്ടിഫിക്കേഷനെ മറ്റ് നോട്ടിഫിക്കേഷനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. FCAT എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്താണ് ഈ പരീക്ഷ? FCAT പരീക്ഷ ഒരു വർഷത്തിൽ 2 തവണയായിട്ട് നടക്കുന്ന പരീക്ഷയാണ്. ഇന്ത്യൻ എയർഫോഴ്സ് ആണ് ഈ പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഗേറ്റ് വേ ടു ജോയിൻ ദി ഫ്ലൈയിങ്, ഗ്രൗണ്ട് ഡ്യൂട്ടി, ടെക്നിക്കൽ ആൻഡ് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ബ്രാഞ്ചസ്. ഈ 3 ബ്രാഞ്ചസിലേക്കും നമ്മൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. 3 ബ്രാഞ്ചസിലേക്കാണ് വിദ്യാർത്ഥികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ ഈ പരീക്ഷയിലൂടെ മത്സരിക്കാൻ സാധിക്കുന്നത്. ഫ്ലൈയിങ് ബ്രാഞ്ച്, ഗ്രൗണ്ട് ഡ്യൂട്ടി ബ്രാഞ്ച്, ടെക്നിക്കൽ, ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ. ഫ്ലൈയിങ് ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള പൈലറ്റ്സ് ആയി ഇന്ത്യൻ എയർഫോഴ്സിൽ ചേരാനുള്ള മികച്ച അവസരമാണ്. നമുക്ക് ഈ ബ്രാഞ്ചസ് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഫ്ലൈയിങ് ബ്രാഞ്ച്, പൈലറ്റ്സ് ഓപ്പറേറ്റിംഗ് ഫൈറ്റർ ജെറ്റ്സ്, ട്രാൻസ്പോർട്ട് ആൻഡ് ഹെലികോപ്റ്റേഴ്സ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഫൈറ്റർ പ്ലെയിൻസും ഹെലികോപ്റ്റേഴ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള പൈലറ്റ്സ് ആണ് ഫ്ലൈയിങ് ബ്രാഞ്ചസിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതുപോലെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ, നമുക്കറിയാം ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരുപാട് ടെക്നിക്കൽ ഓപ്പറേഷൻസ് ലീഡ് ചെയ്യുന്നതായിരിക്കും ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ വിഭാഗം ചെയ്യുന്ന ഏറ്റവും സുപ്രധാനപ്പെട്ട ചുമതലകൾ. ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ഇൻക്ലൂഡിംഗ് അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക്സ്, അക്കൗണ്ട്, എഡ്യൂക്കേഷൻ ആൻഡ് മെറ്റീരിയോളജി. ഇങ്ങനെ വളരെ സുപ്രധാനമായിട്ടുള്ള ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഗ്രൗണ്ട് ഡ്യൂട്ടി കൈകാര്യം ചെയ്യുന്ന നോൺ ടെക്നിക്കൽ വിഭാഗവും ഇന്ത്യൻ സേനയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ 3 വിഭാഗങ്ങളിലേക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇപ്പോൾ അപേക്ഷ അയക്കാൻ സാധിക്കും. നന്നായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങളെ മുൻപന്തിയിലേക്ക് എത്തിക്കും. അതുപോലെ NCC സ്പെഷ്യൽ എൻട്രി വളരെ പ്രധാനപ്പെട്ട ഒരു എൻട്രിയാണ്. NCC C സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ്, എയർഫോഴ്സ് വിങ്ങിന്റെ NCC C സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു എൻട്രിയാണ് NCC സ്പെഷ്യൽ എൻട്രി. എയർഫോഴ്സ് വിങ്ങിന്റെ C സർട്ടിഫിക്കറ്റ് A ഗ്രേഡോട് കൂടിയോ B ഗ്രേഡ് കൂടിയോ A or B ഗ്രേഡോട് കൂടി നേടിയിരിക്കണം എന്ന് മാത്രം. ഈ വർഷത്തെ നോട്ടിഫിക്കേഷനിലുള്ള പ്രധാന ഒഴിവുകളും
അവരുടെ ഡിപ്പാർട്ട്മെന്റ്സും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വർഷത്തെ FCAT എൻട്രിയിൽ 3 ബ്രാഞ്ചസ് ഫ്ലൈയിങ്, ഗ്രൗണ്ട് ഡ്യൂട്ടി ആൻഡ് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ 3 വിഭാഗങ്ങളിലേക്കും ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് ഷോർട്ട് സർവീസ് കമ്മീഷനിൽ മെന്നിന് ആൺകുട്ടികൾക്ക് 34 വേക്കൻസീസും വുമൻസിന് 4 വേക്കൻസീസുമാണുള്ളത്. ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ വിഭാഗത്തിൽ 2 ബ്രാഞ്ചുകളാണുള്ളത്. ഇലക്ട്രോണിക്സ്, എയറോനോട്ടിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് എയറോനോട്ടിക്കൽ മെക്കാനിക്കൽ. എയറോനോട്ടിക്കൽ ഇലക്ട്രോണിക്സിൽ പെർമനന്റ് കമ്മീഷൻ വ്യവസ്ഥയിൽ ആൺകുട്ടികൾക്ക് 3 വേക്കൻസി, പെൺകുട്ടികൾക്ക് 3 വേക്കൻസി. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ വിഭാഗത്തിൽ ആൺകുട്ടികൾക്ക് 9 വേക്കൻസി, പെൺകുട്ടികൾക്ക് 3 വേക്കൻസി വന്നിട്ടുണ്ട്. ഷോർട്ട് സർവീസ് കമ്മീഷനിൽ ആൺകുട്ടികൾക്ക് എയറോനോട്ടിക്കൽ ഇലക്ട്രോണിക്സിൽ 100 വേക്കൻസിയും പെൺകുട്ടികൾക്ക് 23 വേക്കൻസിയും. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ വിഭാഗത്തിൽ 38 വേക്കൻസി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്ക് 9 വേക്കൻസിയുമാണ് ഷോർട്ട് സർവീസ് കമ്മീഷനിൽ വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു എൻട്രി ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ വിഭാഗത്തിൽ ഷോർട്ട് സർവീസ് കമ്മീഷനിൽ ആൺകുട്ടികൾക്ക് വെപ്പൺ സിസ്റ്റം ബ്രാഞ്ചിൽ 21, അഡ്മിനിസ്ട്രേഷൻ ബ്രാഞ്ചിൽ 48 വേക്കൻസികളും, ലോജിസ്റ്റിക്സിൽ 9 വേക്കൻസികളും, അക്കൗണ്ട്സിൽ 8 വേക്കൻസികളും, എഡ്യൂക്കേഷനിൽ 2 വേക്കൻസികളും, മെറ്റീരിയോളജിയിൽ 1 വേക്കൻസിയും ഉണ്ട്. പെൺകുട്ടികൾക്ക് ഷോർട്ട് സർവീസ് കമ്മീഷനിൽ നോൺ ടെക്നിക്കൽ വിഭാഗത്തിൽ വെപ്പൺ സിസ്റ്റം ബ്രാഞ്ചിലേക്ക് 5 വേക്കൻസികളും, അഡ്മിനിസ്ട്രേഷനിൽ 12 വേക്കൻസികളും, ലോജിസ്റ്റിക്സിൽ 2 വേക്കൻസികളും, അക്കൗണ്ട്സിൽ 2 വേക്കൻസികളും, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ 2 വേക്കൻസികളും, മെറ്റീരിയോളജിയിൽ 2 വേക്കൻസികളും ഉണ്ട്. NCC സ്പെഷ്യൽ എൻട്രി ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കാണ് NCC സ്പെഷ്യൽ എൻട്രി വഴി വിദ്യാർത്ഥികൾക്ക് അവസരമുള്ളത്. അതിൽ 10% സീറ്റ്സുകൾ FCAT വഴി ആണ് റിസർവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു മികച്ച അവസരമാണ്. കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് വഴിയും 10% സീറ്റുകൾ അവിടെ റിസർവ് ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഏറ്റവും മികച്ച അവസരമാണ് അവരെയും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച ഒഴിവുകളിലേക്കാണ് ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അവസരം ഒരു കാരണവശാലും പാഴാക്കരുത്. നമുക്ക് ഈ സെലക്ഷൻ FCAT പരീക്ഷ വഴി സെലക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള എയർഫോഴ്സ് അക്കാദമി ഹൈദരാബാദിലായിരിക്കും നമുക്ക് പരിശീലനം ലഭിക്കുന്നത്. അവിടുന്ന് നമുക്ക് ഒരു ഓഫീസറായിട്ട് പുറത്തു വരാൻ, പാസ് ഔട്ട് ആവാൻ പറ്റും. ഗ്രൂപ്പ് എ ഗസറ്റഡ് റാങ്കിലുള്ള ഫ്ലൈയിങ് ഓഫീസറായിട്ട് നമുക്ക് പാസ് ഔട്ട് ആവാൻ സാധിക്കും. 2 തരം കമ്മീഷനിങ് ആണ് FCAT എൻട്രി വഴി നടക്കുന്നത്. ഒന്ന് പെർമനന്റ് കമ്മീഷൻ, ടെക്നിക്കൽ ബ്രാഞ്ചസിലേക്ക് പെർമനന്റ് കമ്മീഷൻ വഴി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവരുടെ റിട്ടയർമെന്റ് ഏജ് വരെ അവരുടെ റാങ്കിനനുസരിച്ച് ജോലി ചെയ്യാനുള്ള അവസരമുണ്ട്. ഷോർട്ട് സർവീസ് കമ്മീഷൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കും അതുപോലെ ഗ്രൗണ്ട് ഡ്യൂട്ടി ബ്രാഞ്ചുകളിലേക്കും ഷോർട്ട് സർവീസ് കമ്മീഷനുള്ള അവസരങ്ങളും ഉണ്ട്. ഷോർട്ട് സർവീസ് കമ്മീഷൻ ഫ്ലൈയിങ് ഡ്യൂട്ടി ബ്രാഞ്ചസിൽ 14 വർഷത്തെ സർവീസിന് അവസരം ഒരുക്കുന്നു. അതുപോലെ ഗ്രൗണ്ട് ഡ്യൂട്ടി വിഭാഗത്തിന് 10 വർഷം അവസരവും അതിനുശേഷം 4 വർഷത്തെ എക്സ്റ്റൻഷനും ആ സമയത്തുള്ള റിക്വയർമെന്റ്സിനും അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ടൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ പെർമനന്റ് കമ്മീഷൻ ഗ്രാന്റ് ചെയ്യാനുള്ള പോളിസീസിനനുസരിച്ചിട്ട് പെർമനന്റ് കമ്മീഷനും ട്രൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. റാങ്ക്സ് ആൻഡ് പ്രൊമോഷൻ FCAT എക്സാം വഴി നമുക്ക് ക്ലിയർ ചെയ്യുന്നതിലൂടെ, FCAT എൻട്രി വഴി ക്ലിയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇന്ത്യൻ എയർഫോഴ്സിൽ ഫ്ലൈയിങ് ഓഫീസർ റാങ്കിലേക്കാണ് ആദ്യത്തെ നിയമനം ലഭിക്കുന്നത്. നമ്മുടെ റാങ്കിനനുസരിച്ച്, നമ്മുടെ സർവീസിനനുസരിച്ച് നമ്മുടെ പ്രൊമോഷൻ ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ്, സ്ക്വാഡ്രൺ ലീഡർ, വിംഗ് കമാൻഡർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ, എയർ കൊമഡോർ, എയർ വൈസ് മാർഷൽ, എയർ മാർഷൽ, ഇങ്ങനെ നമുക്ക് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്കുള്ള മികച്ച അവസരമാണ് FCAT വഴി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിൽ ഫ്ലൈയിങ് ഓഫീസർ റാങ്കിൽ ഗ്രൂപ്പ് എ ഗസറ്റഡ് റാങ്കിൽ പ്രവേശിക്കുന്ന ഒരു ആൾക്ക് ഇനീഷ്യലി ലഭിക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് സിവിൽ സർവീസ് IAS IPS റാങ്കിന് ഈക്വലന്റ് ആയിട്ടുള്ള റാങ്കാണ് ഈ ഫ്ലൈയിങ് ഓഫീസർ റാങ്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 56,100 to 1,77,500 എന്ന് പറയുന്ന സ്കെയിലിൽ ലെവൽ 10 അനുസരിച്ചിട്ടുള്ള മികച്ച ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമാണ് ലഭിക്കുന്നത്. മിലിറ്ററി സർവീസ് പേ ആയി 15,500 എന്ന് പറയുന്ന വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സർവീസ് പേ നിങ്ങൾക്ക് കിട്ടുന്നു. ഡ്യൂറിംഗ് ട്രെയിനിങ് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് 56,100 എന്ന് പറയുന്ന വലിയൊരു സ്റ്റൈപ്പൻഡോടുകൂടെ നിങ്ങൾക്ക് ട്രെയിനിങ് ചെയ്യാൻ സാധിക്കും. അതുപോലെ മറ്റു ഒട്ടനവധി ക്യാൻറ്റീൻ ഫെസിലിറ്റി, ഓഫീസേഴ്സ് മെസ്, സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ലോൺസ്, ലീവ്, മറ്റ് നിരവധി ആനുകൂല്യങ്ങളും ഒരു ഓഫീസർക്ക് കിട്ടേണ്ട എല്ലാ പ്രിവിലേജസോടുകൂടിയും നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ സാധിക്കും. ഇനിയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട FCAT പരീക്ഷയുടെ സെലക്ഷൻ പ്രോസസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.
ഈ പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും 4 സെലക്ഷൻ പ്രോസസ്സുകളാണുള്ളത്. അതിൽ ആദ്യത്തത് ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. FCAT-ന്റെ എക്സാമിനേഷൻ ആണ്. ഇറ്റ്സ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. രണ്ടാമതായിട്ട് എയർഫോഴ്സ് സെലക്ഷൻ ബോർഡ് ഇന്റർവ്യൂ ആണ്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന എയർഫോഴ്സ് സെലക്ഷൻ ബോർഡ് ഇന്റർവ്യൂ. അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ് ആണ്. അതിനുശേഷമാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത്. ഇതിനെ ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എക്സാമിനേഷൻ പാറ്റേൺ. എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ്, ഇറ്റ്സ് എൻ ഓൺലൈൻ എക്സാമിനേഷൻ. അതിന്റെ പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് 4 ഏരിയാസ് ആണ് നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ ഏരിയ വെർബൽ എബിലിറ്റി ഇൻ ഇംഗ്ലീഷ് ആണ്. രണ്ടാമത് ന്യൂമറിക്കൽ എബിലിറ്റി. മൂന്നാമത് റീസണിംഗ് ആൻഡ് മിലിറ്ററി ആപ്റ്റിറ്റ്യൂഡ്. നാലാമത് ജനറൽ അവയർനെസ്. ഈ 4 സെക്ഷനിൽ നിന്നായി 100 ചോദ്യങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 2 മണിക്കൂർ സമയമാണ് ഈ പരീക്ഷയ്ക്ക് ഉള്ളത്. ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 120 മിനിറ്റ് കൊണ്ട് 100 ചോദ്യങ്ങൾ എന്ന് പറയുന്ന കടമ്പ കടക്കേണ്ടതുണ്ട്. ഒരു ചോദ്യത്തിന് 3 മാർക്കാണ് ഒരു ശരിയുത്തരത്തിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 300 മാർക്കിലാണ് ഈ പരീക്ഷ. നെഗറ്റീവ് മാർക്ക് ഈ പരീക്ഷയിലുണ്ട്. ഇതിൽ 1/3 മാർക്ക് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഓരോ തെറ്റുത്തരത്തിനും 1 മാർക്ക് വെച്ചിട്ട് നമ്മുടെ ടോട്ടൽ സ്കോറിൽ നിന്ന് കുറയും. അതുകൊണ്ട് തന്നെ വളരെ ആക്യുറസി വേണ്ട ഒരു പരീക്ഷയാണ് ഈ പരീക്ഷ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഹു ക്യാൻ അപ്ലൈ? ആർക്കൊക്കെ ഈ പരീക്ഷയ്ക്ക് അപേക്ഷ അയക്കാം? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. അവരൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതുപോലെ നമുക്ക് ഈ 3 ബ്രാഞ്ചിലേക്കും ഫ്ലൈയിങ്, ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ, ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ബ്രാഞ്ചസിലേക്ക് നമുക്ക് അപേക്ഷ അയക്കാൻ സാധിക്കും. NCC സ്പെഷ്യൽ എൻട്രി ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കുള്ള അപേക്ഷകളാണ് ക്ഷണിക്കുന്നത്. അത് NCC എയർ ഫോഴ്സ് വിംഗ് C സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് വിത്ത് A or B റാങ്കിലേക്കാണ് അവർക്കാണ് അപേക്ഷ അയക്കാൻ സാധിക്കുക. ഏജ് എലിജിബിലിറ്റി, ഇതിന്റെ പ്രായപരിധി ഈ അപേക്ഷയുടെ നമുക്ക് നോക്കാം. ഫ്ലൈയിങ് ബ്രാഞ്ച് FCAT ആൻഡ് NCC സ്പെഷ്യൽ എൻട്രി ആൾക്കാർക്ക് 20-നും 24 വയസ്സിനുമാണ് അപേക്ഷ അയക്കാനുള്ള പ്രായപരിധി. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിരിക്കുന്നത് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം 2 ജനുവരി 2003, 1 ജനുവരി 2007. ഈ 2 ഡേറ്റും ഇൻക്ലൂസീവ് ആയിട്ട് ഉൾപ്പെടെയാണ് ഉള്ളവർക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഏജ് eligibility for date of birth criteria for ground duty ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് 20-നും 26 വയസ്സിനും ഇടയിലാണ് അവസരമുള്ളത്. ബോൺ ബിറ്റ്വീൻ 2 ജനുവരി 2001 ആൻഡ് 1 ജനുവരി 2007 ഇവർക്കാണ് ഇതിലുള്ള അവസരം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഈ കാറ്റഗറിയിലേക്ക് അപേക്ഷ അയക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ എന്ന് നോക്കാം. ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും 10+2-ന് ഫിസിക്സും മാത്സും എടുത്ത് പഠിച്ചിരിക്കണം. അവർക്ക് 50% മാർക്സ് +2-ന് വേണം. അത് കൂടാതെ ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 60% മാർക്കോട് കൂടിയുള്ള 3 വർഷ ബിരുദമോ അതോ 4 വർഷത്തെ എഞ്ചിനീയറിംഗ് ബിരുദം 60% കൂടിയുള്ള ബിരുദമോ അവർക്ക് ആകാവുന്നതാണ്. ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയേഴ്സ് ആയിട്ട് ഇലക്ട്രോണിക്സ് വിങ്ങിലേക്കാണ് ടെക്നിക്കൽ എൻട്രിയിലെ ആദ്യത്തെ പോസ്റ്റ് വരുന്നത്. അതിലേക്ക് അപേക്ഷിക്കാനായിട്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് +2-ന് ഫിസിക്സും മാത്സും പഠിച്ച് 50% മാർക്സ് വേണം. അതുപോലെ അവർക്ക് 4 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ആവാവുന്നതാണ്. അല്ലെങ്കിൽ MSc ഇലക്ട്രോണിക്സ് വിത്ത് മിനിമം 50% മാർക്ക് ഇൻ BSc ഫിസിക്സ് അവർ നേടിയിരിക്കണം. ഇലക്ട്രോണിക്സ് ഉൾപ്പെടെയുള്ള അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നിരവധി ബ്രാഞ്ചുകൾ ഉണ്ട് എഞ്ചിനീയറിംഗിലുള്ളത്. അത് അവരുടെ ഈക്വലന്റ് ആയിട്ടുള്ള ബ്രാഞ്ച് ഏതാണെന്ന് നോട്ടിഫിക്കേഷനിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ മറ്റേ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ അവരുടെ ഒരു ലിസ്റ്റ് ഓഫ് ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ നിങ്ങളുടെ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. അത് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു നോക്കുക. അത് നമ്മൾ നമ്മുടെ കമന്റിൽ, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോട്ടിഫിക്കേഷൻ കൊടുക്കാം. അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഗ്രൗണ്ട് ഡ്യൂട്ടി എയറോനോട്ടിക്കൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് +2-ന് 50% മാർക്ക് ഫിസിക്സിനും മാത്സിനും, ഫിസിക്സ് ആൻഡ് മാത്സ് പഠിച്ച് +2-ന് 50% മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ 4 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ബിരുദം അവർക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലോ അങ്ങനെ അവർക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിലുള്ള ഒരു ബ്രാഞ്ചിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദം അവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ക്രൈറ്റീരിയ. അവർ 60% മാർക്കോട് കൂടിയുള്ള ബിരുദമാണ് അവര് നേടേണ്ടത്.
ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് ഡിഫറെന്റ് ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് വെപ്പൺ സിസ്റ്റം ബ്രാഞ്ച് ആണ്. വെപ്പൺ സിസ്റ്റം ബ്രാഞ്ചിൽ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 12th മിനിമം 50% മാർക്സ് ഈച്ച് ഇൻ മാത്സ് ആൻഡ് ഫിസിക്സ് ഉണ്ടായിരിക്കണം. അതിന് പുറമെ ഗ്രാജുവേഷൻ വിത്ത് മിനിമം 3 years ഓഫ് ഗ്രാജുവേഷൻ വിത്ത് 60% ഓർ അവർക്ക് 4 വർഷത്തെ എഞ്ചിനീയറിംഗ് ബിരുദം വിത്ത് 60% ഉണ്ടായിരുന്നാൽ മതി. ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് വിഭാഗത്തിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് +2 10+2 വിത്ത് ഗ്രാജുവേറ്റ് 3 years ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ, ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രി മതി. അവർക്ക് +2 ഏതെങ്കിലും വിഷയം എടുത്ത് പഠിച്ചാൽ മതി. 10+2 ആൻഡ് 60% മാർക്ക് അവർ നേടിയിരിക്കണം. ഇതാണ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോജിസ്റ്റിക്സിലേക്ക് അപേക്ഷിക്കാനുള്ള ക്രൈറ്റീരിയ. ആൻഡ് അക്കൗണ്ട്സ് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് 10+2 അക്കൗണ്ട്സ് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് 10+2 +2 ശേഷം ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം 60% മാർക്ക്. അത് ബികോം ഡിഗ്രി ആവാം മിനിമം 3 years, അല്ലെങ്കിൽ ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ് ഓർ ബാച്ചലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഓർ ബാച്ചലർ ഓഫ് ബിസിനസ് സ്റ്റഡീസ് ആവാം. അതും അല്ലെങ്കിൽ ക്വാളിഫൈഡ് CA, CMA, CS or CFA or BSc with specialization in finance. Then ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 10+2 ശേഷം ഡിഗ്രി വിത്ത് 60% ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആൻഡ് ആഫ്റ്റർ ദാറ്റ് അവർക്കൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം 50% മിനിമം മാർക്കോട് കൂടെ. ഇതാണ് അതിനുള്ള ക്രൈറ്റീരിയ. ആൻഡ് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ മെറ്റീരിയോളജി ബ്രാഞ്ചിലേക്ക് പാസ്റ്റ് 10+2 and BSc with physics and maths with a minimum of 60% marks or equivalent or 4-year graduation in engineering or technology. 4 വർഷത്തെ എഞ്ചിനീയറിംഗ് ബിരുദമായാലും 60% മാർക്കോടുകൂടെ നേടിയാൽ മതി. ഈ ക്രൈറ്റീരിയാസ് ഒക്കെ നോട്ടിഫിക്കേഷനിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ യോഗ്യത കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷ കൊടുക്കുക. വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റിലേക്ക് കൃത്യമായിട്ടുള്ള അപേക്ഷ അയക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനു പുറമെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ +2 പഠനം 10+2 പാറ്റേണിലാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് 10+2 പാറ്റേണിലുള്ളവർക്ക് മാത്രമേ ഈ അപേക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തത് 2 seats are reserved for low qualified candidates in ground duty. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്. Then മൂന്നാമത്തെ കാര്യം, in the case of candidates are awarded grade or CGPA instead of marks, the conversion of grade or CGPA to percentage of marks would be based on the procedure certified by the university. നിങ്ങളുടെ ഡിഗ്രിയുടെ മാർക്സ് CGPA ഫോമാറ്റിലാണ് അല്ലെങ്കിൽ ഗ്രേഡ് ഫോമാറ്റിലാണെങ്കിൽ അതത് യൂണിവേഴ്സിറ്റികൾക്ക് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമുല കാണും. അതിനനുസരിച്ചിട്ട് വേണം നിങ്ങളുടെ മാർക്സ് ആപ്ലിക്കേഷന്റെ സമയത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട്. നാലാമത്തെ കാര്യം, കാൻഡിഡേറ്റ്സ് ഹു ആർ സ്റ്റഡിങ് ഇൻ ദി ഫൈനൽ ഇയർ ഓർ സെമസ്റ്റർ ഡിഗ്രി കോഴ്സ് ആൻഡ് ആർ യെറ്റ് ടു പാസ് ദി ഫൈനൽ ഇയർ ഡിഗ്രി എക്സാമിനേഷൻ ക്യാൻ ഓൾസോ അപ്ലൈ പ്രൊവൈഡഡ് കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് ഹാവ് എനി പ്രസന്റ് ബാക്ക്ലോഗ് ആൻഡ് ഷുഡ് ഹാവ് സെക്യൂർഡ് എ മിനിമം 60% മാർക്സ് അപ് ടു ദ ലാസ്റ്റ് സെമസ്റ്റർ ഓർ year for which results have been declared up to the time of submission of application. So ഫൈനൽ ഇയറുകാർക്ക് ഈ ആപ്ലിക്കേഷൻ, ഡിഗ്രി ഫൈനൽ ഇയറുകാർക്ക് ഈ ആപ്ലിക്കേഷൻ കൊടുക്കാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബാക്ക്ലോഗ് ഉണ്ടായിരിക്കാൻ പാടില്ല. അതുപോലെ നിങ്ങൾക്ക് 60% മാർക്ക് ഈ സമയത്ത് ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുവരെ വന്ന റിസൾട്ടിൽ 60% മാർക്സും ഉണ്ടായിരിക്കാം. അപ്പോൾ വളരെ വിശദമായിട്ട് പ്രായപരിധി, വിദ്യാഭ്യാസ യോഗ്യത എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ കണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ ആപ്ലിക്കേഷൻ ഇപ്പൊ വന്നു കഴിഞ്ഞു. 17th November 2025 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 17th November തൊട്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആപ്ലിക്കേഷൻ അവസാനിക്കുന്നത് 14th December അവസാനത്തേക്ക് വെക്കാതെ ആദ്യം തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് അയക്കുക. FCAT ഓൺലൈൻ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. 31st of January 2026 ഈ പരീക്ഷ വരുന്നത്. അതായത് ഇനി നമുക്ക് 3 മാസം, കഷ്ടിച്ച് 3 മാസം, 2.5 മാസത്തെ സമയമാണുള്ളത്. വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങേണ്ട സമയമായിരിക്കുന്നു. എല്ലാ കുട്ടികളും ഇതിനു വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് അയക്കുക. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാനുള്ള വെബ്സൈറ്റും ഇപ്പോൾ വന്നിട്ടുണ്ട്. വെബ്സൈറ്റ് fcat.edcil.co.in എന്ന് പറയുന്നതാണ് വെബ്സൈറ്റ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അയക്കുക. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 14th of December 2025 ആണ്. 17th of November തൊട്ടിട്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് ഇപ്പോഴേ തന്നെ ആപ്ലിക്കേഷൻസ് കൃത്യമായിട്ട് അയക്കുക. നിങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു ഫൈറ്റർ പൈലറ്റ് ആവാനോ ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു ഓഫീസർ ആവാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
FCAT എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ആണ് അതിനുള്ള ഏറ്റവും നല്ല വഴി. നിങ്ങൾക്ക് ഡിഗ്രി പഠനത്തിന് ശേഷം ഇന്ത്യൻ എയർഫോഴ്സിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾക്കും ട്രൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അതിന്റെ പ്രിപ്പറേഷന് നിങ്ങൾ റെഡിയാണോ? ആർ യു റെഡി? FCAT 2026 എക്സാമിന് വേണ്ടിയിട്ട് ഒരു എക്സ്ക്ലൂസീവ് ബാച്ചുമായിട്ടാണ് എസ്പയർ ഡിഫൻസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് വഴി ഈ വരാൻ പോകുന്ന FCAT എക്സാമിന് മികച്ച പരിശീലനം നിങ്ങൾക്ക് എസ്പയർ ഡിഫൻസിലൂടെ സ്വന്തമാക്കാം. അതിന്റെ ഓൺലൈൻ കോച്ചിങ് പ്രോഗ്രാമിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാം. 7043561234 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് കോച്ചിങ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ജയ് ഹിന്ദ്.